CDK മുജീബ് റഹ്മാൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹൈലൈറ്റ് മാളല്ല, ഇത് അവരുടെ ഫ്ലാറ്റിൻ്റെ പിന്നിലാണ്. ഇന്നലെ ഇവിടെയാണ് മണ്ണിടിഞ്ഞത്. ഈ മണ്ണിടിഞ്ഞ പരിസരം ഫുൾ ബ്ലോക്കാണ്. കഴിയുന്നതും രാമനാട്ടുകര വഴി, അപ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് NH 66 കയറാതെ പഴയ NH 17 യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തീരെ ബ്ലോക്കില്ലാതെ നിങ്ങൾക്ക് ടൗണിൽ കോഴിക്കോട് സിറ്റിയിൽ എത്താൻ പറ്റും. അതോടൊപ്പം പുതിയൊരു അറിവ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇന്നലെ ഹൈലൈറ്റ് മാൾ പരിസരത്ത് മണ്ണിടിച്ചിലിൽ ഒരു അപകടം സംഭവിച്ചിട്ട് ഒരു ഹിന്ദിക്കാരൻ മണ്ണിനടിയിൽ, അത് ഇവിടെ അല്ല സത്യത്തിൽ, അത് കുറച്ചപ്പുറം നമ്മുടെ ഒരു ബാറുണ്ട് ഈ ബൈപ്പാസ് തന്നെ, കോപ്പറോ അങ്ങനത്തെ ഒരു പേരാണ് തോന്നുന്നത്. അതിൻ്റെ പിൻവശം ഒരു മണ്ണിടിച്ചിൽ നടത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു മറ്റു സംസ്ഥാനക്കാരന് മണ്ണിൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഹൈലൈറ്റ് മാളിൻ്റെ ഈ മണ്ണിടിച്ചിൽ പരിസരത്ത് ഒരു അപകടം ഉണ്ടായിട്ടില്ല. മണ്ണിടിച്ചിലുണ്ടായി, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മളെ ഹൈലൈറ്റ് മാൾ പരിസരമാണിത്. ഹൈലൈറ്റ് മാൾ ഇന്നലെ മണ്ണിടിച്ചിൽ നടന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവാണ്. ഇത് കണ്ടില്ലേ, ബ്ലോക്കാണ്. ഈ റോഡ് ആരും തന്നെ യൂസ് ചെയ്യണ്ട. രാമനാട്ടുകാരിൽ നിന്ന് നേരെ ബൈപ്പാസ് കയറുന്നതിന് പകരം നേരെ ഫറൂഖ് പാലം വഴി കടന്നു പോകുന്നതായിരിക്കും നല്ലത്. മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.